ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു പർച്ചേസിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇത് പൊട്ടി, അതിൻ്റെ ഒരു കാല് പൊട്ടിപ്പോയി. പിന്നെ അത് കുറേ യൂസ് ചെയ്ത് കല്ലൊക്കെ വെച്ചിട്ട്, പക്ഷേ അത് പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയാണ് പറയുമല്ലോ, അതിൻ്റെ ഓരോ പാർട്സായിട്ട് ഇങ്ങനെ നാശമായിപ്പോയി. അപ്പോൾ ഒന്ന് വേറെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി. അപ്പോൾ ഗ്യാസ് സ്റ്റൗ നോക്കുമ്പോൾ അങ്ങനെ അവിടെ കുറേ പെണ്ണുങ്ങൾക്ക് ഈ കിച്ചൺ ഐറ്റംസ് ഭയങ്കര ഒരു ഇല്ലാത്തത്, എന്ത് കണ്ടാലും ഭംഗിയാണ് വാങ്ങിക്കാൻ തോന്നും. പിന്നെ നമുക്ക് ക്യാഷും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതൊക്കെ കയ്യിലൊതുങ്ങുന്ന രീതിക്കുള്ളത് വാങ്ങാം. അപ്പോൾ ഞാൻ ഒരു ഗ്യാസ് സ്റ്റൗ മേടിച്ചു. പിന്നെ കുറച്ച് ചില സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. കുക്കറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. കാശില്ല കാശ് നമുക്ക് കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നമ്മളെല്ലാം വാങ്ങിക്കാൻ പാടില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടത് മേടിക്കാം, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് തോനെ കാശുണ്ട് എന്നല്ല, ആവശ്യത്തിന് നമ്മുടെ ആവശ്യങ്ങൾ അത്രേ ഉള്ളൂ. കാണാനൊക്കെ ഭംഗിയാണ് എന്തും, പക്ഷേ എല്ലാം നമുക്ക് വാങ്ങിക്കാനും ഇതാക്കാനും പറ്റില്ലല്ലോ. നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ മാത്രം മേടിക്കാം. അങ്ങനെ ഞങ്ങൾ താഴെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് മേലെ പോയപ്പോൾ അതിലേറെ ഐറ്റംസ് എന്ത് ഭംഗിയാണ് കാണാൻ. പ്ലേറ്റുകളൊക്കെ കുറേ, നമ്മളെ ഈ ഭരണികൾ, പ്ലേറ്റുകൾ, സ്പൂണ്, കരണ്ടികൾ, അങ്ങനത്തെ ഐറ്റംസ് നിറയെ ഉണ്ടായിരുന്നു. ഗ്രോസറിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്, കാണുന്നതൊക്കെ ഭംഗിയാണ്. പിന്നെ കുറച്ച് സ്പൂണുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. കുറേയൊന്നും പർച്ചേസ് ചെയ്തില്ല, കുറച്ച്. നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് ഒരു ഐറ്റം ആയിരിക്കും, പക്ഷെ തിരിച്ച് വരുമ്പോൾ 2-3 ഐറ്റമൊക്കെ ആയിരിക്കും വാങ്ങിയിട്ടില്ല. നിങ്ങൾക്കുണ്ടോ ആ സ്വഭാവം? ചില സമയത്ത് നമ്മൾ എന്തും പർച്ചേസ് ചെയ്യുമ്പോൾ മനസ്സിൽ ഇന്നത് പർച്ചേസ് ചെയ്യണം എന്നിട്ട് പോവുക, പക്ഷെ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വരും. വിചാരിക്കാത്ത പർച്ചേസിങ് ആവും, കയ്യിൽ നിന്ന് കാശ് പോണ വഴി അറിയില്ല. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു. ആവശ്യമുള്ളത് വാങ്ങിച്ചാലേ പറ്റൂ. അപ്പോൾ അതൊക്കെ ബില്ലാക്കി ക്യാഷൊക്കെ കൊടുത്തു. കുറച്ചൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞു, എന്നിട്ട് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.